നിങ്ങൾ വിദേശത്താണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ കൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ നിങ്ങൾ കമ്പൽസറി എടുത്ത് വയ്ക്കുക. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീനെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫാമിലി പ്ലാനിലേക്ക് ആഡ് ചെയ്യുക. കുറേ അസുഖങ്ങൾക്കൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഒരു 2 ഇയേഴ്സോളം കഴിഞ്ഞാണ് നമുക്ക് എല്ലാ അസുഖങ്ങളും തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ക്യാൻസർ വന്നു, അപ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റൽ ബിൽസുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ ക്ലെയിം ചെയ്ത് കിട്ടും. നിങ്ങൾ ഓൺലൈനിൽ ഒരു പ്ലാൻ എടുത്തു, നാളെ എന്തെങ്കിലും നമുക്കൊരു മെഡിക്കൽ എമർജൻസി വന്ന ഒരു ടൈമിൽ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ അഡ്മിറ്റ് ആവുന്ന കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡിസ്റ്റർബ്ഡ് ആവും, മെൻ്റലി തന്നെ ഡിസ്റ്റർബ്ഡ് ആവും. പാരൻസ് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാലും മക്കൾക്ക് വിദേശത്ത് നിന്ന് വരാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു ഓപ്പറേഷണൽ പ്രൊസീജിയേഴ്സുകൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് ചെയ്യാനുള്ളൊരു മെക്കാനിസം ഇപ്പോൾ പല ഇൻഷുറൻസ് കമ്പനികളും പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പ്രവാസികൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വീട്ടുകാർക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു പ്രവാസി കൂടി അതിൽ ഉൾപ്പെടണോ? അത് ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ തെറ്റുകൾ വരാം എന്നീ വിഷയത്തിലൊക്കെ സംസാരിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം അഭിശങ്കർ സാർ ചേരുന്നു. നമസ്കാരം സാർ. നമുക്കറിയാം, പ്രവാസികൾക്ക് എപ്പോഴും ഇൻഷുറൻസ് കമ്പനികൾ നൽകാറുണ്ട്. പക്ഷെ അവർ ലീവിന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ആശുപത്രികളിൽ പോയി ചികിത്സ തേടുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രവാസി നാട്ടിലെ ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്രവാസികൾക്ക് മിക്കവർക്കും തന്നെ അവിടെയൊക്കെ വെച്ചാൽ ലീഗൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചില കമ്പനികളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേൾഡ് വൈഡ് ഇത് കവറേജും കിട്ടും. പക്ഷേ എല്ലാവർക്കും ഈ ഒരു ഫെസിലിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവർ നാട്ടിലേക്ക് വരുന്ന ഒരു സമയത്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ വന്നിട്ടായിരിക്കാം എന്തെങ്കിലും അസുഖം വരുന്നതോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, അവരവിടെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്കൊരു മെഡിക്കൽ സിറ്റുവേഷൻ എമർജൻസി വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ടൈമിൽ ഇവർക്കൊരു പ്രൊട്ടക്ഷൻ ഇവിടെ നാട്ടിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവരവിടെ വിദേശത്ത് പോയി സ്വരൂപിച്ച പൈസയൊക്കെ ഇവിടെ ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങളായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇവിടെ കണക്ട് ചെയ്യുന്നവരോട് എല്ലാവരോടും പറയുക വെച്ചാൽ നിങ്ങൾ വിദേശത്താണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ കൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ നിങ്ങൾ കമ്പൽസറി എടുത്ത് വയ്ക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരെണ്ണം എടുത്ത് വയ്ക്കണം. കാരണം ഒരു മെഡിക്കൽ എമർജൻസി നമുക്ക് എപ്പോഴാണ് വരാമെന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കോവിഡോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന ടൈമിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ ഇവർക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥ വരാണ്. അപ്പോൾ നമ്മൾ എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് കമ്പനി പ്രൊവൈഡഡ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഒരു പേഴ്സണൽ ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ നാട്ടിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടി കവർ ചെയ്തിട്ട് ഒരെണ്ണം എടുത്ത് വയ്ക്കുക. അതെപ്പോഴും നല്ലതാണ്. ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന ചിലപ്പോൾ ഇത്ര നാൾ നിങ്ങൾ എടുത്തോളണമെന്നില്ല. ഇപ്പോൾ അവിടെ നിൽക്കുന്നു, നിങ്ങൾ എന്നാണോ റിട്ടയർമെൻറ്റ് എടുത്ത് നാട്ടിലേക്ക് വരുന്നത് അന്ന് ഈ ഫെസിലിറ്റി എല്ലാം തന്നെ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഒരെണ്ണം ആദ്യമേ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്കും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. കമ്പൽസറി ആയിട്ട് എടുത്ത് വയ്ക്കുക. സാർ ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടോ ലൈ ഓഫിന്റെ ഭാഗമായിട്ടോ ഒക്കെ പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രവാസി എത്രാമത്തെ വയസ്സിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണം? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ നമ്മളിപ്പോൾ പ്രവാസികൾ സാധാരണ എല്ലാവരോടും നമ്മൾ പറയൽ ഒരു കഴിയുന്നത് നിങ്ങൾ എത്രയും നേരത്തെ എടുക്കുക. നമ്മൾ പറയും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീനെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫാമിലി പ്ലാനിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരോടും പറയുക. ഇപ്പോൾ ഒരുവിധപ്പെട്ട പ്ലാനുകളെല്ലാം തന്നെ ഒരു 24 വയസ്സ് വരെ കുട്ടികളെ ആ പ്ലാനിൽ തന്നെ കവറേജ് കൊടുത്തു ഫാമിലി പ്ലാനിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെർട്ടൺ ഏജ് ലിമിറ്റ് ആയി കഴിയുമ്പോൾ അവർ ഫാമിലി പ്ലാനിൽ നിന്ന് പുറത്താവാണ്. നമ്മൾ പറയൽ അന്ന് നിങ്ങളൊരു ഇൻഡിവിജ്വൽ പോളിസി അവർക്ക് എടുത്തു കൊടുക്കും എന്ന് പറയും. അപ്പോൾ പ്രവാസികൾ ഇപ്പോൾ ഇവിടെ എല്ലാവരും പൊതുവെ എല്ലാവരും ഒരു ഇത് പറയുന്ന ഒരു 30-35 വയസ്സാകുമ്പോഴേക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് എല്ലാവരും ഫോളോ ചെയ്ത് പോകുന്നൊരിത്. പക്ഷേ പേഴ്സണലി ഇപ്പോൾ എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് എന്നാണോ നിങ്ങളുടെ പ്രവാസ ജീവിതം തുടങ്ങുന്നത്, ഒരു ജോലിക്കാരനാവുന്നത്, അന്ന് നിങ്ങൾ തുടങ്ങുക. ചിലപ്പോൾ ഒരു 21 വയസ്സിൽ 22 വയസ്സിലാവാം നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്ന് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലൊരു വരുമാനം കിട്ടി തുടങ്ങുന്നോ ഇമീഡിയറ്റ്ലി നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുക. നിങ്ങൾ ഫിനാൻഷ്യലി ഡിപ്പെൻഡഡ് ആയിട്ട് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ എടുക്കുക. നോർമലി കണ്ടുവരുന്ന ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളൊരു പ്ലാൻ എടുക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാവരും നോക്കിക്കൊണ്ടു പോകുന്നത്. പക്ഷെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രയും നേരത്തെ അത് തുടങ്ങാൻ പറ്റിയോ അത്രയും നേരത്തെ ഇത് തുടങ്ങുക. പിന്നെ ഇതിന് മറ്റൊരു റീസൺ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഇൻഷുറൻസ് പ്ലാനുകളും തന്നെ നമ്മൾ പുതിയതായിട്ടൊരു പ്ലാനിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അതിന് കുറേ അസുഖങ്ങൾക്കൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഒരു 2 ഇയേഴ്സോളം കഴിഞ്ഞാണ് നമുക്ക് എല്ലാ അസുഖങ്ങളും തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എത്രയും വേഗം ഒരു പ്ലാനിൽ ചേർന്ന ആ വെയിറ്റിംഗ് പീരീഡും നമുക്ക് അത്രയും വേഗം തന്നെ കഴിഞ്ഞ് കിട്ടും. പ്ലസ് നമ്മളൊരു ചെറിയ പ്രായത്തിൽ കയറുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ ഏജ് കുറവായതുകൊണ്ട് തന്നെ പ്രീമിയം നമുക്കൊരു
നോർമൽ പ്രീമിയത്തിൽ കിട്ടും. പ്ലസ് ചെറിയ പ്രായത്തിൽ അസുഖങ്ങൾ കാര്യങ്ങൾ സാധ്യതകൾ കുറവാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എല്ലാ അസുഖങ്ങളുടെയും കവറേജ് എന്നുള്ള രീതിയിലേക്ക് നല്ലൊരു പ്ലാനിൽ എൻ്റർ ആയി കിട്ടും. നമ്മൾ ഡിലേ വരുന്തോറും ഇന്നത്തെ കാലത്ത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കാര്യങ്ങളൊക്കെ 40 കഴിയുമ്പോൾ തന്നെ ട്രിഗറായി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ട്രിഗറായി കഴിഞ്ഞാൽ നമ്മളുടെ പ്രീമിയത്തിലും അതിൻ്റെ ഒരു ഹൈക്ക് വരും. ഒരു കവറേജിന് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് അപ്ലൈ എന്നുള്ളൊരു ഇത് വരും. പക്ഷേ നമ്മളിത് എത്രയും നേരത്തെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ടെൻഷൻസ് ഒന്നും തന്നെ നമ്മൾ പിന്നീട് ബോധർ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ എത്രയും വേഗം എടുക്കാൻ പറ്റുന്നു അത്രയും നല്ലത്. സാർ ഇപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഓർമ്മ വന്നതാണ്, ഈ ക്യാൻസറിനൊക്കെ നമുക്കിപ്പം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുമോ? ഉണ്ട്. ഇപ്പോൾ ക്യാൻസർ ഇപ്പോൾ നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ടല്ലോ, അതിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ക്യാൻസർ വന്നു, അപ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റൽ ബിൽസുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ ക്ലെയിം ചെയ്ത് കിട്ടും. പക്ഷേ നമ്മൾ സജസ്റ്റ് ചെയ്യൽ ഇങ്ങനെയുള്ളൊരു നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ കൂടാതെ ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ ഇൻഷുറൻസുകളുണ്ട്. അങ്ങനത്തെ ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ കാര്യങ്ങൾ ഇതിനെ കവർ ചെയ്യുന്നത്. ഇപ്പോൾ ക്യാൻസർ പോളിസി ഉണ്ട്, പിന്നെ ഹാർട്ടിന് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ പോളിസികളും കൂടി എടുത്തു വെച്ചാലുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ ഇങ്ങനത്തെ ഇത് കവറേജിനുള്ളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അസുഖം വന്ന് ചിലപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ വീക്കാവുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, കുറച്ചാൾ മാറി നിൽക്കണം. അപ്പോൾ നോർമൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനാണ് ആ ബിൽസാണ് അവരത് സെറ്റിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ എടുത്ത് കഴിഞ്ഞ് ഒരു 3 മാസമോ 4 മാസമോ എനിക്ക് ചിലപ്പോൾ ബെഡ് റെസ്റ്റ് വേണ്ടി വരും ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രശ്നം വരാം, വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളുടെ അസുഖത്തിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ഒരു ലംസം തുക നമുക്ക് അപ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ മാനേജ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ക്യാൻസർ കെയറോ അല്ലെങ്കിൽ ഹാർട്ട് കെയർ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രിട്ടിക്കൽ ഇൽനെസ് ഇങ്ങനെയുള്ള പ്ലാനുകൾ നിങ്ങൾ എവിടെ നിന്നാണ് ഇൻഷുറൻസ് എടുക്കുന്നത് അഡ്വൈസറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നോർമൽ ഇൻഷുറൻസ് പ്ലസ് ഇങ്ങനെ ഒരു പ്ലാനും കൂടി കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ ക്രിസ്റ്റീന ചോദിച്ച പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് ഫിനാൻഷ്യലി വലിയൊരു ഡിസ്റ്റർബൻസ് വരാതെ ഒന്ന് മാനേജ് ചെയ്ത് പോകാനുള്ളൊരു സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ പ്രവാസികൾ ഇപ്പം നമ്മുടെ ഇത്തരം വീഡിയോകളൊക്കെ കണ്ടിട്ട് അവരിപ്പം തീരുമാനിക്കുകയാണ് ഒരു ഓൺലൈനായിട്ടൊരു ഇൻഷുറൻസ് പോളിസി എടുക്കാമെന്ന്. അപ്പം വിദേശത്ത് ഇരുന്നിട്ട് ഒരു ഓൺലൈനായിട്ട് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് വരാവുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ ചില ക്ലയൻസുകൂടെ ഞങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ചില തെറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ എവിടെ ഇരുന്നിട്ടായാലും നമുക്ക് ഇത് സാധനം പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റും. അപ്പോൾ ഓൺലൈനിൽ പൊതുവെ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ നോക്കുന്നു ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ഏത് പ്രൊഡക്റ്റാണോ പ്രീമിയം കുറവ്, അപ്പോൾ ആ ഒരു പ്രീമിയം കുറവുള്ളൊരു പ്ലാനിൽ മിക്കവരും അതെടുക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് എന്തുകൊണ്ട് ഇതിന് പ്രീമിയം കുറഞ്ഞു എന്നുള്ളത് ഇല്ല. അപ്പോൾ ചില പ്ലാനുകളിൽ സംഭവിക്കുന്നത് വെച്ചാൽ അതിൽ കിട്ടുന്ന കവറേജ് അല്ലെങ്കിൽ ഫെസിലിറ്റീസുകൾ കാര്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അത് കുറയുന്നതിനനുസരിച്ച് പ്രീമിയം കുറയും. ഇപ്പോൾ ഒരു ചില പ്ലാനുകളിൽ വെച്ചാൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ അഡ്മിറ്റ് ആയിട്ട് റൂം കിട്ടുന്നതിന് ലിമിറ്റുകൾ ഉണ്ട്, റൂം റെൻറ്റുകളോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ രീതിയിലുള്ള കുറച്ച് ഫെസിലിറ്റീസ് ഉള്ളത് ഒഴിവാക്കിയിട്ടായിരിക്കാം ചിലപ്പോൾ പ്രീമിയം കുറവ് വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൺലൈനിലൊരു പ്ലാൻ എടുത്തു, നാളെ എന്തെങ്കിലും നമുക്കൊരു മെഡിക്കൽ എമർജൻസി വന്ന ഒരു ടൈമിൽ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ അഡ്മിറ്റ് ആവുന്ന കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡിസ്റ്റർബ്ഡ് ആവും, മെൻ്റലി തന്നെ ഡിസ്റ്റർബ്ഡ് ആവും. കാരണം അസുഖം നിങ്ങൾക്കാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പർക്കായിരിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഇൻഷുറൻസിൻ്റെ പ്രോസസ്സുകളോ കാര്യങ്ങളോ അതിൻ്റെ പുറകെ നടക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ ഓൺലൈനിൽ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ആ ഒരു രീതിയിലുള്ളത്. അപ്പോൾ നമ്മൾ അതിലേക്ക് മെയിൽ അയക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, ഒരു റിപ്ലൈ വരിക എന്നല്ല. പക്ഷേ ആ സമയം നിങ്ങളൊരു ഓൺലൈൻ ഇതിൽ പോവാതെ ഒരു പേഴ്സണൽ കണക്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഓൺലൈൻ സർവീസ് ഫെസിലിറ്റി എടുക്കുമ്പോൾ സംബന്ധിച്ചാൽ ഈ ഒരു ഫെസിലിറ്റി നമുക്ക് അവിടെ ലാക്കാവുന്നുണ്ട്. പിന്നെ മറ്റൊരു വെച്ചാൽ ഓൺലൈനിൽ ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്നു, അപ്പോൾ അവർ പ്രീമിയം കുറവുള്ള ഒരു ഇത് നോക്കിയിട്ട് ചിലപ്പോൾ എടുത്തു. പക്ഷേ ഓൺലൈനിൽ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെടുത്ത ആ പോളിസി നിങ്ങളെവിടെയാണോ താമസിക്കുന്നത് ആ ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റലുകൾ കാര്യങ്ങളിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ടോ, ആ ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിക്കൊള്ളുന്നില്ല. ആ സമയം നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ പോളിസി കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. പക്ഷേ ഓൺലൈനിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഒരു കസ്റ്റമറിന് വേണ്ട രീതിയിലുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ മറ്റൊരു സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ ഒരു ഫാമിലി, ഇപ്പോൾ ഒരു പുതിയ ഒരു ഫാമിലി തുടങ്ങി, ഹസ്ബൻഡും വൈഫ് വന്നു, പിന്നീട് കുട്ടീനെ ഫാമിലി പ്ലാനിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫെസിലിറ്റികൾ വേണം, അല്ലെങ്കിൽ ഒരു സർവീസ് റിക്വയർഡ് ആയിട്ടുള്ളൊരു ടൈം വരുമ്പോൾ ഓൺലൈൻ
ഇതിൽ പലപ്പോഴും ഇതിനൊരു പ്രോപ്പർ സപ്പോർട്ട് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫെസിലിറ്റി ഇതിൽ നിന്ന് കിട്ടും. വിദേശത്തിരുന്നു കൊണ്ട് ഇപ്പൊ നാട്ടിലുള്ള പങ്കാളിക്ക്, മക്കൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പോളിസീസ് എടുക്കാറുണ്ടല്ലോ. അപ്പൊ ഈ പോളിസിയിൽ ഇപ്പൊ ആ പ്രവാസി കൂടി ഉൾപ്പെടേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ പറയും നിങ്ങൾ കമ്പൽസറി ആയിട്ട് നിങ്ങളെയും കൂടി ഈ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്ക് അവിടെ ഒരു പോളിസി ഉണ്ട്. അപ്പം നാളെ നിങ്ങൾ അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്നു, അപ്പോൾ ആ പോളിസി കഴിഞ്ഞു, അന്ന് നിങ്ങൾക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. നിങ്ങളുടെ ഒരു ഏജ് ചിലപ്പോൾ ഏജ് സ്ലാബ് മാറിയിട്ടുണ്ടാവും. അന്ന് നിങ്ങൾ വിചാരിക്കണം ഓക്കെ ഞാൻ അപ്പോൾ ഒരു പുതിയതൊരെണ്ണം എടുക്കാമെന്ന് വയ്ക്കണം. പക്ഷെ അന്ന് പുതിയൊരു പോളിസി എടുക്കാൻ പോലും നിങ്ങളുടെ ഏജ് സ്ലാബ് മാറിയോണ്ട് പ്രീമിയത്തിൽ വലിയൊരു ഡിഫറൻസ് വരാം. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വെയിറ്റിംഗ് പീരീഡിൻ്റെ ഒരു കണ്ടീഷൻസ് അവിടെ വരും. അതുകൂടാതെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ട്രിഗർ ആയാൽ തന്നെ പിന്നീട് ആ പോളിസി നമുക്ക് അന്ന് കിട്ടുമോ എന്നുള്ളത് ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫാമിലി എല്ലാവരെയും കൂടി കവേർഡ് ആയിട്ടുള്ളൊരു പ്ലാൻ എടുക്കാൻ നോക്കുക. നിങ്ങൾക്കൊരു എക്സിസ്റ്റിംഗ് കമ്പനി പ്രൊവൈഡഡ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഇതിൽ തന്നെ നിങ്ങളുടെ പേരും ഈ നാട്ടിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി എടുക്കുന്ന ഇതിൽ ആഡ് ചെയ്തെടുക്കുക. പലപ്പോഴും സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒരു റിസ്ക് ഭാവിയിൽ വരാം. ഇത് ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്ന ഒരു ടൈമിൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഇത് എടുക്കാൻ നോക്കുക. കാരണം നമുക്ക് ആവശ്യം വന്നിട്ട് എടുക്കാൻ പോകുമ്പോൾ ഇത് കിട്ടില്ല. കാരണം ആ ഒരു അസുഖം ട്രിഗർ ആയതിനു ശേഷം പോയി കഴിഞ്ഞാൽ ഇത് പോളിസി ഇഷ്യൂ ആവാതെ റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയം നമ്മൾ വളരെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ടൈമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എന്തായാലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രവാസിയാണെങ്കിൽ കൂടി, നിങ്ങളിപ്പോൾ നാട്ടിലില്ലെങ്കിൽ കൂടി നിങ്ങൾ ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഉള്ളൊരു പ്രൊട്ടക്ഷൻ പ്ലാൻ ആയിട്ട് തന്നെ എടുക്കുക. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതായത് പാരന്റ്സ് ഇവിടെ ആയിരിക്കും, മക്കളൊക്കെ തന്നെ വിദേശത്ത് പഠനത്തിനൊക്കെ ആയി പോയിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ കണക്കുകൾ അനുസരിച്ച് പ്രായമായവരുടെ എണ്ണം കേരളത്തിൽ കൂടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അപ്പം നമ്മുടെ മാതാപിതാക്കൾ ഇപ്പം ആശുപത്രിയിലായി എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട്, അപ്പം വിദേശത്ത് ഇരുന്നു കൊണ്ട് മകനോ മകൾക്കോ ഈ ഓൺലൈൻ വഴി ക്യാഷ്ലെസ് സൗകര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുള്ള സാങ്കേതിക വശങ്ങൾ ഇപ്പോൾ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇപ്പോൾ പല കമ്പനികളും അത് ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. പല ഇതുകളും ആ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ എല്ലാവരും തന്നെ മൊബൈൽ ആപ്പ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ക്ലയൻസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ അവരുടെ സ്റ്റാറ്റസ്, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു അതിൽ ത്രൂ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് എന്തായി എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബിൽസിൻ്റെ കാര്യങ്ങളെല്ലാം അതിൽ ത്രൂ മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ പല ഇൻഷുറൻസ് കമ്പനികൾ വെച്ചാൽ അവരൊരു കസ്റ്റമർ കെയർ മെയിൽ ID ഡീറ്റെയിൽസുകൾ കാര്യങ്ങളുണ്ട്. പ്ലസ് ഒരു സർവീസ് സപ്പോർട്ട് നമ്പറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ അപേക്ഷിച്ച് നമുക്കൊരു കുറച്ചുകൂടി ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പാരൻസ് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാലും മക്കൾക്ക് വിദേശത്ത് നിന്ന് വരാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു ഓപ്പറേഷണൽ പ്രൊസീജിയേഴ്സുകൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് ചെയ്യാനുള്ളൊരു മെക്കാനിസം ഇപ്പോൾ പല ഇൻഷുറൻസ് കമ്പനികളും പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസുകൾ കാര്യങ്ങളൊക്കെ ക്യാഷ്ലെസ് ആണെങ്കിൽ കൂടി ചില കാര്യങ്ങൾ നമ്മൾ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യണം അതിൽ. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നോർമലി പറയുന്നത് വെച്ചാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അപ്പോൾ ഒരു ഇൻപേഷ്യൻ്റായിട്ട് നമ്മൾ അഡ്മിറ്റ് ആവുകയെന്ന് വെച്ചാൽ വിത്തിൻ 24 hours ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മുടെ ക്ലെയിമിന് വേണ്ടിയുള്ളത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇതിൽ മിസ്സായി പോകും ഇത് രജിസ്റ്റർ ആകാൻ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്യാഷ്ലെസ് നല്ല രീതിയിലേക്ക് ചിലപ്പോൾ നമുക്കത് ക്വാളിഫൈ ചെയ്യണം. പിന്നെ ഡിസ്ചാർജുകൾ കാര്യങ്ങളാകുമ്പോഴേക്കും ഇതിൻ്റെ മെഡിക്കൽ ഡോക്യുമെൻറ്റ്സുകൾ കാര്യങ്ങൾ അതിൽ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അതിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു കറക്റ്റ് ഫോളോ അപ്പ് ഇല്ലാതെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ക്യാഷ്ലെസ് ഫെസിലിറ്റി നമുക്കപ്പോൾ കിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളപ്പോൾ ബില്ല് നമ്മൾ പൈസ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കേണ്ടി വരും. പിന്നീട് ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് റീഇംബേഴ്സ്മെൻറ്റിന് പോകേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ ഉണ്ടെങ്കിൽ കൂടി നിങ്ങളത് ഉറപ്പ് വരുത്തുക, നിങ്ങളിത് കറക്റ്റ് ടൈമിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഡിലേ ആയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് അവിടെ ഹോൾഡ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫെസിലിറ്റികളുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ഡിലേ ആവരുത്. ആ ഫെസിലിറ്റി ഉള്ളത് എത്രയും വേഗം തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഓൺലൈൻ പോളിസികൾ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്കൊരു ഇൻഷുറൻസ് കമ്പനി ഒരു പേഴ്സണലൈസ്ഡ് ഒരു കണക്റ്റ് ഒരാൾ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കൺവീനിയൻസ് കിട്ടും.